ഒടുവിൽ ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്ന ചോദ്യമായിരുന്നു ആരായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ എന്നത്. എന്തായാലും ആ ചോദ്യമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായി വി രാജേഷ് ചുമതലയേറ്റിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനമുറപ്പിക്കുന്നത്. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം വലിയ വിജയമാണ് BJP നേടിയത്. മുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും BJPക്ക് ഇത് അഭിമാനകരമായ നിമിഷം തന്നെയാണ്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡുകളിൽ നിന്നും വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ഒരു സമൂഹം നമ്മളെല്ലാവരെയും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണത്തിന് വിജയകരമായി നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, ആ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്റെ കഴിവിന്റെ പരമാവധി അനുഭവ സമ്പത്തും പരിചയ സമ്പന്നതയും ഉപയോഗിച്ചുകൊണ്ട് 100 വാർഡുകളെയും 101 വാർഡുകളെയും ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളൊക്കെ അർപ്പിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഇവിടെ രാജ്യം ഭരിക്കുന്ന
പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. മുൻ MLA-മാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നവരുണ്ട്. ഇവരൊക്കെ തന്നെ അനുഭവ സമ്പത്തുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്ന 5 വർഷം മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം 5 വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വികസനമെത്തുന്ന 3 നഗരങ്ങളിൽ ഒരു നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ 3 പേര് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ പോകുന്നത്. വളരെ വിജയകരമായ ഈ ജനാധിപത്യ പ്രക്രിയ 2-3 മാസമായി തുടങ്ങിയ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സഹായിച്ച മാധ്യമപ്രവർത്തകർ, ജനങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്പൂർണ്ണ സഹകരണം നമ്മൾ പിരിയുന്നതിന് മുൻപ് പ്രതിപക്ഷ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. ദീപക്, അതോടൊപ്പം തന്നെ ശബരിനാഥ്, അവരോട് ഈ സഭയെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നഗരസഭയുടെ പുതിയ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ VV രാജേഷിന് എല്ലാവിധത്തിലുമുള്ള ആശംസകൾ നേരുകയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് തെരഞ്ഞെടുപ്പ് വിധി മാനിച്ചുകൊണ്ട് രാജേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 101 വാർഡുകളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മേയറെ എല്ലാ വിധത്തിലും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജനങ്ങൾക്ക് അവരുടെ ചികിത്സ, അവരുടെ ആരോഗ്യ പരിരക്ഷണം ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ മിഷനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന വയോമിത്രം പരിപാടി, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 55 വാർഡുകളിലാണ് കോർപ്പറേഷൻ ഈ പരിപാടി ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. ബാക്കി വാർഡുകളിലും കൂടി വരുന്ന ദിവസങ്ങൾ നടപ്പിലാക്കും. അതുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ ഈ വാർഡുകളിലേക്ക് അനുവദിക്കുന്ന പദ്ധതിയാണ് ആദ്യമായി ഒപ്പിട്ട ഫയൽ. സത്യപ്രതിജ്ഞയുടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 5 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ ഏറ്റവും വികസിത 3 നഗരങ്ങൾ ഒന്നാക്കി മാറ്റുക, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന്, 2030 ആകുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വീടും സ്ഥലവുമില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന കോർപ്പറേഷൻ്റെയും
സാധ്യമാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ തന്നെ ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് മുഴുവൻ പേർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം നേരത്തെ ഞങ്ങൾ പലതവണ പറഞ്ഞ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക, മെഡിക്കൽ ടൂറിസം, സ്പിരിച്വൽ ടൂറിസം, വിഴിഞ്ഞം പോർട്ടിൻ്റെ വികസനം, IT മേഖല, ഈ 4 മേഖലയിലും ഫോക്കസ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന വർഷങ്ങളിൽ തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി നമുക്ക് മാറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ജയിച്ചു വരുന്ന 101 കൗൺസിലർമാർ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മുഴുവൻ ജനപ്രതിനിധികൾക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു കെയറാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിയോജിപ്പിൻ്റെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരാളോടും യാതൊരു തരത്തിലുള്ള വിവേചനവും ഞങ്ങളുടെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. അതിന് നരേന്ദ്രമോദിയാണ് മാതൃക. ഇനി എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം കൂടി മാധ്യമങ്ങളോട് പറയാനുള്ളത്, 6 കൗൺസിലർമാരായിരുന്നു ആദ്യം BJP ഉണ്ടായിരുന്നത്. അതിൽ 4 കൗൺസിലർമാർ, ഒരാൾ സുഖമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല, ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മറ്റ് 4 പേരും അശോക് കുമാർ സാറ്, MS കുമാരേട്ടൻ, അതോടൊപ്പം തന്നെ മാണിക്യ ചേട്ടനുണ്ട്, വെങ്കട്ടരാമൻ ചേട്ടൻ, അവർ 4 പേരുണ്ട്. ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. അതെ എന്തായാലും വളരെ സന്തോഷം. എന്തായാലും ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് വമ്പിച്ച ഒരു വിജയവും അഭിമാനവും കൂടിയാണ്. BJPയുടെ മുതിർന്ന നേതാക്കൾ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും V മുരളീധരൻ അടക്കമുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആനന്ദ പ്രകടനങ്ങളും ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി എങ്ങനെയായിരിക്കും ഇവരുടെ ഭരണം എന്നതൊക്കെ കാത്തിരുന്ന് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നതായിരിക്കും. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.